ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും മോനുണ്ട് ക്യാമ്പിങ്ങിനാണ് പോകാമെന്ന് വെച്ചേക്കുന്നത്. പൂജറയിലുള്ള ഒരു ഓവർ സ്റ്റേ ഉള്ള ക്യാമ്പിങ്ങിനാണ് പോണത്. അപ്പോൾ നമ്മൾ സാധനങ്ങളല്ലാതെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കണം. അത് നെസ്റ്റോന്നാണ് മേടിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ അപ്പം പറയാം. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ സാധനങ്ങൾ മേടിക്കാൻ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കണമെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകാനായിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഐസ് ബോക്സിൽ ഐസ് നിറയ്ക്കുകയാണ് നമുക്ക് ചിക്കനൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ മേടിച്ചേക്കുന്നത് ചിക്കൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒന്ന് വെള്ളം കിട്ടുക ചിക്കനാണ് മേടിച്ചേക്കുന്നത്. അത് 2 പീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗാർലിക്കിന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിക്കി ഉണ്ടാക്കാനുള്ള ചിക്കനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തണ്ണിമത്തനൊക്കെ മേടിച്ച് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ കഴിച്ച് പകുതി. അപ്പോൾ മോനെ കഴിക്കുക. അപ്പം സിഗിൽ വന്നപ്പോൾ മടപടാന്നാ കഴിച്ചോണ്ടിരിക്കണ. ഞാനിവിടെ നല്ല പണിയിലാണ്. മറ്റേ ചിക്കൻ മേടിച്ചിട്ട് അത് ഗാർലിക്കിൻ്റെ ചിക്കനായിരുന്നു. അപ്പോൾ നമ്മൾ അത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ അതിൽ കുരുമുളക് പൊടിയും ചെറുനാരങ്ങ പിഴിഞ്ഞൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് കള്ളാക്കാനായിട്ട് ഇങ്ങനെ വീശിവണ്ണേ ഇരിക്കട്ടെ. സ്ഥലം പറയാറില്ല. സൈഡിലാണ് ഞങ്ങൾ നിന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇതൊന്ന് ചിക്കൻ വെച്ചിട്ടാണ് ടെൻ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ചർക്കോൾ ഉണ്ടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഓയിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കണം. അതിനിടയിൽ തീൻ്റെ കണൽ കടാണ്ട് നോക്കും വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കമ്പിയിൽ കൊടുത്തു. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണെന്നറിയോ? ക്യാപ്സിക്കം, പച്ചിട്ട്, ചുമപ്പുണ്ട്, മഞ്ഞുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ വീണ്ടും ഒരു ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ വേറെ സെറ്റാക്കും. ചിക്കനാണ് ഓരോ വശം മൊരിഞ്ഞുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ വശം മൊരിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും മറിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ തീയൊക്കെ ഒന്ന് കണലാക്കണം. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പ്ലേറ്റിലാക്കി വെക്കുക. രേഖാസ് കിച്ചൻ കൊണ്ടുവരുന്ന ആളല്ലേ. അപ്പോൾ കുക്കിനെ പറ്റി വന്നിട്ട് അറിയാം. ഭാര്യ കൊണ്ട് പറഞ്ഞതല്ല കേട്ടാ. ഞാൻ രേഖാസ് കിച്ചനിലൊന്നും പറയാറില്ല. ഇന്ന് ഞാൻ കൈ കളർത്തി ക്യാമ്പിങ് ആയതുകൊണ്ട്. ഇന്നിവിടെ ചിക്കനൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മളതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുബൂസ് കൊണ്ടുണ്ട് കേട്ടോ. കുബൂസുണ്ട്, പിന്നെ മയണൈസ് ഉണ്ട്, പിന്നെ അവസാന ഘട്ടത്തിലുള്ള ചിക്കൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ വേണ്ട. സോറി കേട്ടോ, ഫുൾ ഇരുട്ടാ. നമ്മുടെ വണ്ടിയുടെ ഈ ലൈറ്റിലാണ് കാണുന്നത് കേട്ടോ. ഒന്ന് വീശു കൊടുത്തേ, കണൽ വരട്ടെ. ചിക്കൻ്റെ പരിപാടിയാണ്. കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കഴിഞ്ഞു. അത് കളരൊന്നും കണ്ടില്ല. ഈ കടലിലെ ചാർക്കോൾ കേട്ടോ. ചാർക്കോൾ എന്ന് പറഞ്ഞ പാക്കറ്റാണ്. 3 കിലോന് 20 ഇറക്കാണ്. നമുക്ക് കിടക്കാനുള്ള ടെന്റിന്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള കവാടം. നമ്മുടെ ടെന്റിന്റെ ഉള്ളിൽ ഓരോന്ന് വിരിക്കാണ്. ഫസ്റ്റ് നമ്മൾ പായ വിരിച്ചു. അപ്പോൾ ഞാനല്ല മോനട്ടെ, ഞാൻ ഈ വക പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. അടുത്ത് നമ്മുടെ കംഫർട്ട് വിരിക്കാൻ പോവാ. വിരിക്കാൻ നോക്ക്, എടുക്കേണ്ടതാ. തൽക്കാലം വീട് പറമ്പൊന്നുമില്ല. ഇതൊക്കെ മതിട്ടാ. ഗൾഫിലാണ്, പക്ഷെ നാട്ടിൽ പറ്റില്ല കേട്ടാ. ഒരാള് ചോദിക്കില്ല. പക്ഷെ ചൂട് സമയത്ത് പറ്റില്ല കേട്ടാ. ചൂട് സമയത്ത് നല്ല ചൂടുണ്ടാവും. കിടന്നിട്ടും ഇരുന്നിട്ടാണ് മോനട്ടെ വിരിക്കണട്ടാ. നമ്മുടെ ടെന്റിന്റെ ഉള്ളിലൊക്കെ റെഡിയായി. കുട്ടി മനുഷ്യൻ ഇറങ്ങി പോലും. ഇറങ്ങി വരുമോ ടെന്റിന്റെ ഉള്ളിൽ നിന്ന്? സൂപ്പർ. നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ്.
കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നാളെ ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് വെച്ചേക്കാം. അപ്പോൾ മോനൻ്റെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. കഴിച്ചാൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് കിടക്കുള്ളൂ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ. കഴിച്ച് കഴിഞ്ഞു. മോൻ്റെ മാങ്ങ തിന്നായിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞു, മതി. സൂപ്പർ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ കിടന്ന സ്ഥലമാണ്. ചുറ്റും മലനിരയാണ്, മലകളുണ്ട്. അതേപോലെ തന്നെ തൊട്ട് നമ്മുടെ ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്. ഇനി നമ്മൾ പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഒന്ന് കറങ്ങാൻ നിൽക്കാം. എൻ്റെ വൈഫ് ഒരു സുലഭനൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അതങ്ങനെ കുടിച്ചിരിക്കാൻ വെച്ചിട്ടാ. അത് വേണം ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇത് കോഴിമുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രെഡ് കൂട്ടി ഇളക്കാൻ വെച്ചിട്ടാ. കുറച്ച് സുഖമായിക്കോട്ടെ, ചെറിയ തണുപ്പുണ്ട്. ചായ റെഡി. ഓംലെറ്റ് അടിക്കാനായിട്ട് മുട്ട ഉണ്ടാക്കണമെന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഒരു ചെറിയ പാക്കറ്റ് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് മൊത്തം എടുക്കാം അല്ലേ? അതോ തണുപ്പല്ലേ, തണുപ്പിനാകട്ടാൻ തണുത്ത കോഴിമുട്ടയല്ലേ. മുട്ട ഓംലെറ്റും ബ്രെഡും ഞാൻ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാ പ്രാവശ്യം ഫുള്ള് സെറ്റപ്പോട് കൂടി വന്നിട്ടുള്ളൂ. ഞങ്ങളങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡും ഓംലെറ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ പോവാണ് കാലത്തെ. ഇത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട്. ബീച്ചൊക്കെ കാണണം. ബീച്ചിൽ സമയമുണ്ട്. വേറെ ഒന്നും സ്ഥലം കൂടി കാണാനുണ്ട്. അത് സീക്രട്ട് വഴിയെ പറയാം. നിങ്ങളങ്ങനെ ബീച്ചിൻ്റെ അവിടേക്ക് പോകുന്ന നല്ല കാറ്റുണ്ട്, ചെറിയ മഴക്കാർ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബീച്ചിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്നത് ഫുജറയിലുള്ള ബിബ. അത് ഫുജറയിൽ നിന്ന് 50 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ നല്ല സ്പോട്ടാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്. പിന്നെന്താ പറയുക, എല്ലാം കൊണ്ടും നല്ലതാണ്. കടലിലേക്ക് ഇറങ്ങാൻ മടിയായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായപ്പോൾ നല്ല ഉത്സാഹത്തിൽ ഇറങ്ങി. നല്ല തണുത്ത വെള്ളം, കാലിന് നല്ല സുഖമാണ്. മസാഫി ഒരു ഫ്ലവർ ഗാർഡൻ കാണാനായിട്ട് പോവാണ്. അപ്പോൾ പോണ വഴി ഇവിടെ നമുക്ക് ഒരു ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കുതിരകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ റൈഡിങ്ങിന് പോണവർക്ക്, താല്പര്യമുള്ളവർക്ക് റൈഡിങ്ങിന് വരാം. നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ. ഇത് വേറെയാണ് കേട്ടോ. പൂക്കളിലൊരു നേരെ തന്നെയുണ്ട്. അതിനപ്പുറത്തെ സൈഡിൽ ലാവണ്ടർ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ലാവണ്ടറിൻ്റെ ഒരു ബലം തന്നെയുണ്ട് ഇവിടെ. നമുക്ക് നല്ല ഭംഗിയില്ലേ ലാവണ്ടർ കാണാൻ, നല്ല മണമുണ്ട്. നമുക്കിവിടെ പൂക്കൾ കൂടാണ്ട് മാനൊക്കെ ഉണ്ട് കേട്ടോ. മാനും മയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഈ ഇത്ര അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് അവിടെ നടന്ന് വരാൻ നിൽത്തതാ. ഇതേപോലെ പൂവുള്ളത്
നമ്മുടെ എന്താ പറയുക ദുബായ് അല്ല കേട്ടോ, UAE മരുഭൂമിയിൽ ഇത്രയ്ക്കധികം പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഇവരെ സമ്മതിക്കണ്ടേ. അത് നല്ല ഇതിൽ നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ കേട്ടോ. പീലി വിടർത്തി നിൽക്കണ മയിലിനെ കണ്ടണ്ട, വെള്ള അതാണ് ആൾ നല്ല ഗമ്മയിൽ പീലൊക്കെ വിടർത്തി നല്ല ഭംഗിയിൽ നിൽക്കാം ആൾക്കാർക്ക് കാണാനായിട്ട്. ഇവിടെ നമ്മുടെ സാധാ മയിലട്ടാ പീലി നിർത്തിയിട്ട് നമുക്കൊരു കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ച നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ അധികം പീലി വിടർത്തിയിട്ടുള്ള മയിലിനെ കണ്ടിട്ടില്ല. അപ്പം കണ്ടു പവിത്രയുടെ കരച്ചിലൊക്കെയാണ് കേൾക്കണത്. ആളെണ്ണ മുകളിലാണ് കയറിയിരിക്കണത് കേട്ടോ. ആളൊക്കെ എന്തോ ഒരു ഉദ്ദേശം വലിയ പോയി മുകളിൽ കയറി ഇരിക്കേണ്ടത്. ചെറിയൊരു വാട്ടർഫാൾസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. നമുക്ക് ഇത്രയ്ക്ക് നല്ലൊരു കാഴ്ച ദുബായ് UAE ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ട് ഫ്ലവർ ഗാർഡനിൽ വന്നപ്പോൾ ഒരു കോഫി കുടിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് സ്പാനിഷ് ലാറ്റയാണ്. പിന്നെ നമ്മളൊരു കഴിക്കുന്നത് ഒരു ബെന്നാണ്, അതിനധികം തന്നെ. പിന്നെ ഒരു കുപ്പി വെള്ളം അത്രയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 15 ദർഹമാണ്. ഇത് 3 ദർഹം. എൻ്റെ വൈഫിനൊരു കോഫി വേണമെന്ന് പറഞ്ഞു, സ്പെഷ്യൽ കോഫി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വെച്ചു. ഇതൊന്നിന് നമ്മൾ വിചാരിക്കും ഞാൻ കാപ്പിച്ചൂടെ കുടിച്ചിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സീനിക കണ്ടുണ്ടാ നമ്മുടെ അവിടെയൊക്കെ ഇതേപോലെ നിൽക്കുമോ നോക്കിയേ. കണ്ടാ ഇതാണ് സീനിക കേട്ടോ. സീനികയുണ്ട്, പിന്നെ പല തരത്തിലുള്ള മാങ്ങനാറിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പൂവൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. ചെണ്ടുമല്ലിയാണ് കേട്ടോ അവിടെ ഫുള്ള് വെച്ചേക്കുന്നത്. ആറ്റം തൊട്ട് നമുക്ക് ഏകദേശം ഞാൻ കാണിച്ചതേ ഇവിടം വരെ ചെണ്ടുമല്ലിയാണ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല രസത്തിൽ നിൽക്കണമെന്നൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കണ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ല. ഒരു റൗണ്ടും നടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നമ്മൾ മുകളിൽ നോക്കുമ്പോഴത്തെ കാണുന്ന ഇതാണ്. ചെണ്ടുമല്ലി, അത് സീനിക, 2 ഐറ്റം. നമ്മുടെ ഒരു സൈഡിൽ തന്നെ ഇപ്പോൾ ലാവൻഡർ ഉണ്ട്, പിന്നെ നമ്മുടെ കോഴിവാലൻ ചെടി ഉണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെക്കണ സൂര്യകാന്തിയില്ലേ ചെറുത്, ഞാനവിടെ സൂര്യകാന്തി തന്നെയാണ് പറയുക. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്കിവിടെ പിന്നെ കാണുന്നത് നമ്മുടെ കമ്മൽപ്പൂവാണ്. ഞങ്ങളൊക്കെ തൃശ്ശൂരൊക്കെ ഇതിനെ കമ്മൽപ്പൂ എന്നാണ് പറയാറ്. നമ്മളൊക്കെ എന്താ പറയുക പൂക്കളൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകുന്നു. ഇപ്പൊന്നും ഇത് കാണാനില്ല. പിന്നെ അതെ പലതരം സൂര്യകാന്തി പൂക്കളാണ് കേട്ടോ കാണുന്നത്. അല്ല അത് കൂടാണ്ട് നമുക്കൊരു ചെറിയൊരു വാട്ടർഫാൾസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമുക്കൊരു നല്ല വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് പലതരം ചെടികളൊക്കെ കണ്ട് നല്ല ആയിട്ട് പോവാട്ടോ. നമ്മളെ വഴിക്കോടെ നടന്ന് പോകുമ്പോൾ ഒരു അബു അമ്മർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം കണ്ടുട്ടാ. അപ്പോൾ അവിടെ നമ്മുടെ പഴയ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ഇടിക്കട്ട, പിന്നെ എനിക്കറിയണത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ചിപ്പികളാക്കിയിട്ട് അടച്ചു വയ്ക്കണ ഒരു ബോക്സാണ് തോന്നുന്നത്. അത്
അങ്ങനെ കുറേ സാധനങ്ങൾ ഇവരെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ മോഡൽ തന്നെ ഇവരെന്നെ നമ്മുടെ കത്തി കടാരൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ അടുത്ത് വെച്ചത് ഒരു മോതിരത്തിൻ്റെ ഷേപ്പുള്ള സ്റ്റാച്ചാണ്. പിന്നെ തന്നെ ഇവിടെ ഇങ്ങനെ കലങ്ങളും പിന്നെ റാന്തൽ വിളക്കുകളും പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല, അടച്ചിട്ടേക്കാൻ തോന്നുന്നു കേട്ടോ. പണ്ട് നമ്മൾ യുദ്ധത്തിന് ഉപയോഗിച്ചായിരുന്ന അതേ പീരങ്കിയും അതിൻ്റെ ഉണ്ടകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ എനിക്കറിയാൻ പറ്റണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെ തോക്കുണ്ട്, പിന്നെ നമ്മുടെ മഴു കത്തി, പിന്നെ വലിയൊരു ചരക്കും കയ്യിലടക്കം വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു ഇതിലേക്ക് പോയ ഒരു മൂടില്ലേ അങ്ങനെ. നമുക്ക് പുറത്ത് വെച്ച കാരണം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇത് ഒരു അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ നമ്മൾ പൊടിയൊക്കെയും പൊടിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ആ വടി ഉണ്ടല്ലോ, ആ വടിമേ പിടിച്ച് തിരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗോതമ്പോ അരി എന്താണെങ്കിൽ അത് കിട്ടും. ഇതിപ്പോഴുള്ള ആൾക്കാരല്ല, പണ്ടനുള്ള ആൾക്കാർ ഉപയോഗിച്ചതാണ്. പണ്ടത്തെ ത്രാസ് ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ സാധനത്തിൻ്റെ പേരെന്ന് അറിയുന്നത് പറയട്ടെ, എനിക്കറിയാം, ഉടുക്കാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ UAE ഫ്ലാഗാണോ എന്താണെന്ന് അറിയില്ല, ഫ്ലാഗിൻ്റെ ഒരു ചിഹ്നം വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് ചേട്ടാ പറഞ്ഞോ. നമ്മൾക്ക് ചോറ്, ബിരിയാണി, പിന്നെ പൊറോട്ട, ദോശ, നൂൽപുട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും രാവിലത്തെ. വൈകിട്ട് ചപ്പാത്തി, പൊറോട്ട, പച്ചക്കറി, ചിക്കൻ ചില്ലി. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടോ ഇപ്പോൾ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, മോട്ടർ റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ സാമ്പാർ, മീൻകറി, പച്ചക്കറി, കൂട്ടുകറി, പപ്പടം. ഹോട്ടലിന്റെ പേരെന്താ? മസഫി. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരാം കഴിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത് സാധാ സെറ്റിൻ്റെ ഒപ്പമുള്ള ഇതാണ്. ഇനി ബാക്കി വരും. സാധാ സെറ്റിൻ്റെ ഒപ്പമുള്ളതാണ് കേട്ടോ. സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്. നടന്നത് കിട്ടിയില്ല. ചെറിയൊരു ഹോട്ടലിൽ കയറിയേക്കും നമ്മുടെ. ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് സാധാ ചോറാണ്. ചോറ്, സാമ്പാർ, മീൻചാറ്, പിന്നെ ഒരു ബീഫ് ഫ്രൈ, പിന്നെ നമ്മുടെ സെറ്റ് എന്നിട്ട് കേട്ടോ അതിൽ കൂട്ടുകറി. അപ്പോൾ സെറ്റ് തന്നെ ഒരു ഉപ്പേരിയുണ്ട്. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് ഇറങ്ങിയിട്ടാണ്. അപ്പം മസാഫിയാണ് ഈ ഹോട്ടലിൽ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലങ്ങൾ പോകാൻ പോയതാ. എവിടെ നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. നമ്മുടെ ഡ്രൈവറാണ് നിർത്തേണ്ട ആൾ. ആ ഡ്രൈവർ എങ്ങനെയാണ് നിർത്തണമെന്ന് എനിക്ക് ഒരു നോ ഐഡിയ. ഇന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ഷാർജർ ഏരിയയാണ്. അപ്പോൾ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ മല്ലി ചെടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പേരറിയാത്ത കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഈന്തപ്പഴാക്കി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓൾ ബട്ടൺ ഒന്ന് അടിക്കുക. അപ്പോൾ ഞാൻ ഇന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ.